10ാം ക്ലാസ്സിലെ തേർഡ് ചാപ്റ്റർ ആണ് സംവേദനങ്ങൾക്ക് പിന്നിൽ. അപ്പൊ നമുക്ക് ആ ചാപ്റ്റർ വിശദമായിട്ടൊന്ന് നോക്കാം. അതിൽ നമ്മുടെ കണ്ണിനെ കുറിച്ചും ചെവിയെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഓരോരോ ഭാഗങ്ങളിലേക്ക് വിശദമായി പോകണം. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന്റെ മുന്നേ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉദ്ദീപനം എന്താണ്, പ്രതികരണം എന്താന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തില് പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന ചില പ്രേരണകളുണ്ട്. അതിനെയൊക്കെ ഉദ്ദീപനം എന്ന് പറയാം. അപ്പൊ ഉദ്ദീപനം അത് ഈ രീതിയിലാണ്. ഒരു സ്റ്റിമുലേഷൻ എന്നൊക്കെ പറയില്ലേ, റെസ്പോൺസ്. നമ്മൾ പല പ്രതികരണങ്ങളും ഉണ്ടാവാറുണ്ട്. ഉദാഹരണമായിട്ട് നമ്മളെ കയ്യിൽ ഒരു കൊതു കടിക്കുന്ന സമയത്ത് ആ വേദന വന്നു, നമ്മൾ കൈ തട്ടുന്നു അല്ലെങ്കിൽ കയ്യിലടിക്കുന്നു, ഇതൊക്കെ പ്രതികരണമാണ്. അപ്പൊ അതിന് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. അതിനെ രണ്ട് രീതിയിൽ പറയാം. ബാഹ്യ ഉദ്ദീപനങ്ങൾ ഉണ്ടാവും, ആന്തരികമുണ്ട്. പേര് കേൾക്കുമ്പോൾ തന്നെ എന്താന്ന് മനസ്സിലായിട്ടുണ്ട്. ദാറ്റ് ഈസ് ബാഹ്യം എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു സിംഹത്തെ കണ്ട് മുയൽ പേടിച്ചോടുന്നത്, അതുപോലെ മഴ നനയാതിരിക്കാൻ കുട ചൂടുന്നത്, തണുപ്പ് അകറ്റാൻ പുതയ്ക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ബാഹ്യമായ കാര്യങ്ങളാണ്. ഇനി ആന്തരികമായ കാര്യങ്ങളുടെ വിശപ്പ്, രോഗബാധ ഉണ്ടാകുമ്പോൾ ശരീരോഷ്മാവ് കൂടുന്നത്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ബാഹ്യവും ആന്തരവും. ഇവിടെ ഇതിനനുസരിച്ച് എങ്ങനെയാണ് പ്രതികരണം ഉണ്ടാകുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. നമുക്ക് ചൂട്, തണുപ്പ് ശരീരം തട്ടുന്ന സമയത്ത് നമുക്കത് ഫീലായി നമ്മൾ പുതയ്ക്കാൻ ഒരുങ്ങുന്നത് ആ തണുപ്പിനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. ആ തണുപ്പിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സംവിധാനങ്ങളാണ് ഗ്രാഹികൾ എന്ന് പറയുന്നത്. ഉദ്ദീപനത്തെ തിരിച്ചറിയുന്ന സവിശേഷ കോശങ്ങൾ, പ്രത്യേകതരം കോശങ്ങൾ, അല്ലെങ്കിൽ നാഡീകോശത്തിന്റെ അഗ്രഭാഗം. നാഡീകോശം പറഞ്ഞ ന്യൂറോൺ ആണ്, നെർവസ് സിസ്റ്റത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ്. അതിന്റെ അഗ്രഭാഗമോ, അതിനൊക്കെയാണ് നമ്മൾ ഗ്രാഹികൾ എന്ന് പറയുക. അവരാണ് ഗ്രാഹികളായി പ്രവർത്തിക്കുക. ആ ഗ്രാഹികൾ ഇതിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സന്ദേശങ്ങൾ രൂപപ്പെടുത്തും. ആ സന്ദേശങ്ങളെ വിളിക്കുന്ന പേരാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഗ്രാഹി കോശങ്ങൾ ഉണ്ടാക്കുന്ന സന്ദേശങ്ങളെ റിസപ്റ്റർ പൊട്ടൻഷ്യൽ പറയാം. ഇങ്ങനെ ഒരുപാട് റിസപ്റ്റർ പൊട്ടൻഷ്യൽ ഉണ്ടായി കഴിഞ്ഞാൽ, റിസപ്റ്ററിൽ ആ സന്ദേശം വന്നു കഴിഞ്ഞാൽ, ഉയർന്ന അളവിലുള്ള ഇത്തരം സന്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട ന്യൂറോണുകളിൽ ആക്ഷൻ പൊട്ടൻഷ്യല് ഉണ്ടാക്കും. അതിന് നാഡീയ ആവേഗങ്ങൾ എന്ന് പറയാം. അതാണ് സന്ദേശം. ആ നാഡീയ ആവേഗങ്ങളാണ് കണ്ടോ, ഇതൊരു റിസപ്റ്റർ ആണ്. അതിലൂടെ കണ്ടോ നാഡികളിലൂടെ കടന്ന് പോയിട്ട് നമ്മുടെ ഈ ത്വക്കിൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് ത്വക്ക്, നമ്മുടെ തൊലിയില് ഗ്രാഹികളിലെ റിസപ്റ്റർ പൊട്ടൻഷ്യലാണ് കാണിച്ചിരിക്കുന്നത്. അത് നേരെ പോയിട്ട് മസ്തിഷ്കത്തിലേക്ക് എത്തും, അതായത് ബ്രെയിനിലേക്ക് എത്തിയിട്ട് പ്രതികരണം ഉണ്ടാവും. ഉദാഹരണമായി ഞാൻ ഇവിടെ ചെറുതായിട്ട് നുള്ളുന്ന സമയത്ത് ആ നുള്ളലിന്റെ വേദന അവിടുത്തെ റിസപ്റ്റർ മനസ്സിലാക്കി അവിടുന്ന് റിസപ്റ്റർ പൊട്ടൻഷ്യൽ ഉണ്ടാക്കിയിട്ട് അത് നാഡീ ആവയങ്ങളായി ഇങ്ങനെ കടന്നുപോയി മസ്തിഷ്കത്തിലെത്തി എനിക്ക് വേദന ഉണ്ടാവേണ്ട പ്രതികരണം നടത്തി. അപ്പൊ ഇങ്ങനെയാണ് നമ്മളില് പ്രതികരണം സാധ്യമാകുന്നത്. അത് പേശികള്, ഗ്രന്ഥികളൊക്കെ പ്രവർത്തിക്കും. ഇപ്പൊ എൻ്റെ കയ്യിൽ വല്ല വേദന, ഒരു ആണി തട്ടുകയാണെങ്കിൽ എനിക്ക് കൈ പിൻവലിക്കണം. അപ്പൊ അതിന് പേശികളും ഗ്രന്ഥികളും ഒക്കെ പ്രവർത്തിക്കണം. ഗ്രന്ഥി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളാണ്, അവരൊക്കെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്. നമുക്കിനി ഗ്രാഹികളുടെ തിരിച്ചറിയുന്ന സംവേദനങ്ങളെ കുറിച്ച് വ്യക്തമായി നോക്കണം. അത് രണ്ട് തരത്തിലാവാം. പൊതുവായിട്ടുള്ള സംവേദനങ്ങളുണ്ട്, പ്രത്യേക സംവേദനം. രണ്ട് രീതിയിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പൊതുവായ സംവേദനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കത് സ്പർശം, ചൂട്, വേദന, മർദ്ദം, ഇതൊക്കെ പൊതുവായ ശരീരത്തിലെ വിവിധങ്ങളായ ഭാഗങ്ങൾ ഇത് മനസ്സിലാക്കും. ത്വക്ക്, പേശികള്, സന്ധികള്, ആന്തരാവയവങ്ങള്, രക്തക്കുഴലുകള്, അവിടെയൊക്കെ ഇതിന്റെ ഗ്രാഹികൾ കാണാൻ പറ്റും ഈ പൊതു സംവേദനങ്ങൾ തിരിച്ചറിയാനായിട്ട്. എന്നാൽ പ്രത്യേക സംവേദനങ്ങളുണ്ട്. അതായത് കാഴ്ചയ്ക്ക്, കേൾവിക്ക്, രുചി, ഗന്ധം, ഇതൊക്കെ അവയവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. കാഴ്ചക്കായിട്ട് നമുക്ക് കണ്ണുണ്ട്, കേൾവിക്ക് ചെവി, രുചി മനസ്സിലാക്കാൻ നമുക്ക് നാവ്, പിന്നെ ഗന്ധം മനസ്സിലാക്കാൻ മൂക്ക്, ഉണ്ടോ, അതൊക്കെ അവയവങ്ങളിലേക്ക്. അപ്പൊ ഇങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ സംവേദനങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ ഇവിടുന്നൊക്കെ ഏത് ടൈപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട്. ഇനി നമുക്ക് ഓരോരോ ഇന്ദ്രിയങ്ങളും അവിടെയുള്ള ഗ്രാഹികളും അവർ മനസ്സിലാക്കുന്ന ഉദ്ദീപനം എന്താന്ന് നോക്കാം. കണ്ണിലെ, ഇത് സിമ്പിളായ കാര്യമാണ്. കണ്ണില് പ്രകാശഗ്രാഹികളുണ്ട്, അവർ മനസ്സിലാക്കുന്ന പ്രകാശം. ഇത് പറയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ ചെവിയിലാണെങ്കിൽ ശബ്ദഗ്രാഹികളുണ്ട്, അവർ ശബ്ദത്തെ മനസ്സിലാക്കും. അതുപോലെ മൂക്കിലാണെങ്കിൽ ഗന്ധഗ്രാഹികളുണ്ട്, അവർ ഗന്ധത്തെ മനസ്സിലാക്കി തരാനാണ്. അതുപോലെ നാവിലാണെങ്കിൽ രാസഗ്രാഹികളുണ്ട്, അത് രുചിയെ മനസ്സിലാക്കി തരാനാണ്. പിന്നെ ത്വക്കിലാണെങ്കിൽ നമുക്ക് സ്പർശഗ്രാഹികളുണ്ട്, വേദനഗ്രാഹികളുണ്ട്, ചൂടുഗ്രാഹികളുണ്ട്. സ്പർശത്തെയും വേദനയും ചൂടിനെയൊക്കെ മനസ്സിലാക്കാനുള്ള ഗ്രാഹികൾ നമ്മുടെ സ്കിന്നിലുണ്ട്, കണ്ടോ. അപ്പൊ അത്രത്തോളം ഉദ്ദീപനങ്ങളെ മനസ്സിലാക്കാനായിട്ട് വിവിധങ്ങളായ ഗ്രാഹികൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രാഹിയെ കുറിച്ച് പഠിക്കാം. അതാണ് കണ്ണ്.
അറിയാം, കണ്ണ് തുറന്നു വെക്കുമ്പോൾ നമുക്ക് ഈ ലോകം വളരെ ഭംഗിയിൽ അനുഭവപ്പെടാൻ സാധിക്കും. കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകളില്ലേ. അപ്പൊ ആ കണ്ണ് ഇരിക്കുന്നത് നേത്രകോടൻ എന്ന് പറഞ്ഞൊരു കുഴിക്കകത്താം. നേത്രപേശികളുടെ സഹായത്താൽ അതിനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. മാത്രമല്ല കൺപീലികൾ അതിനെ സംരക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ കൺപീലികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ണിൽ പൊടിപടലങ്ങളോ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതൊന്നും കണ്ണിലേക്ക് കയറാതെ സഹായിക്കുന്നുണ്ട്. കൺപീലിയുടെ പ്രത്യേകത അതാണ്. ഇനി നേത്രാവരണം, കൺജങ്ക്റ്റീവ എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. കൺജങ്ക്റ്റീവയുടെ പ്രത്യേകത നമ്മുടെ കോർണിയ എന്ന് പറഞ്ഞ ഈ മുൻഭാഗമുണ്ട്, അത് ഒഴികെയുള്ള കണ്ണിന്റെ മുൻഭാഗത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ലെയർ. അപ്പൊ ഇതൊക്കെ കണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. കാരണം കണ്ണിൽ ചെറിയൊരു കരട് പോയി കഴിഞ്ഞാൽ വരെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയല്ലേ ഉണ്ടാവാം. ഉണ്ടോ? ഈർപ്പം നിലനിർത്തുന്നതിന്, വഴുവഴുപ്പ് നിലനിർത്തുന്നതിന്, അതിനൊക്കെ നമുക്ക് ഈ സംരക്ഷണം വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ്. പിന്നെ പൊടികള്, രോഗാണുക്കൾ അതൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കണ്ണുനീർ ഗ്രന്ഥികളുണ്ട്. ലാക്രിമൽ ഗ്ലാൻസ് എന്നാണ് കണ്ണുനീർ ഗ്രന്ഥികളെ പൊതുവെ പറയുന്നത്. അത് സ്ഥിതി ചെയ്യുന്ന കൺപോളകൾക്ക് ഉള്ളിലായിട്ട്, മുകളിലായിട്ടാണ് കണ്ണുനീർ ഗ്രന്ഥികൾ. നമ്മൾ കരയുന്ന സമയത്തും അല്ലെങ്കിൽ സന്തോഷം വരുന്ന സമയത്തും കണ്ണിൽ പൊടിപടലങ്ങൾ പോകുമ്പോഴും വേദനിക്കുമ്പോഴും ഒക്കെ നമ്മൾ കരയും. അപ്പൊ അത് ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണുനീര്, അത് കണ്ണുനീർ ഗ്രന്ഥികളാണ്. എപ്പോഴും ഇനിയിപ്പോ കരയാത്ത സമയത്തും ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തൊക്കെ കണ്ണിനകത്ത് കണ്ണുനീരുണ്ട്. അതിന്റെ കാരണം കണ്ണുനീര് കരഞ്ഞിട്ട് വരുന്നതല്ല, അത് എപ്പോഴും നനവുള്ളതാക്കി നിർത്തിയാൽ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ വരുന്ന സമയത്ത് അതൊക്കെ ഒഴിവായി പോവുകയുള്ളൂ. പിന്നെ പോഷകങ്ങൾ നൽകണം, മാലിന്യങ്ങൾ നീക്കം ചെയ്യണം, അതൊക്കെ ഇവരുടെ ഫംഗ്ഷനാണ്. പിന്നെ കണ്ണുനീരിനകത്ത് ഒരു എൻസൈം ഉണ്ട്, അതിന്റെ പേരാണ് ലൈസോസൈം എന്നാ പറയാ. ലൈസോസൈം അത് അണുബാധ ഇല്ലാതിരിക്കാൻ, ലൈസോസൈം ആണ് കേട്ടോ ഇത്. സോ ലൈസോസൈം ആണ്, അണുബാധ ഇല്ലാതിരിക്കാനാണ് നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ കൺപോള, കണ്ണുനീർ ഗ്രന്ഥി അതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി കണ്ണിന്റെ പാളികളെ കുറിച്ച് വ്യക്തമായി നോക്കാം. കണ്ണിലെ പാളികള് ഇങ്ങനെയാ കാണാം. ഏറ്റവും പുറമെ ദൃഢപടലമുണ്ട്, അതായത് ബാഹ്യ കൺപാളിയാണ് ദൃഢപടലം. സ്ക്ലീറ എന്നാണ് അതിന് പേര്, സ്ക്ലീറ. അപ്പോൾ അതിന്റെ ഭാഗങ്ങളുണ്ട്. അത് ഉറപ്പ് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കോർണിയ കാണാം ഈ ഭാഗത്ത്, ഇതിന്റെ മുൻഭാഗത്ത് കോർണിയ ഉണ്ട്. കോർണിയയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് സുതാര്യമായ മുൻഭാഗമാണ്, കണ്ടോ, ഏറ്റവും മുൻഭാഗം കണ്ടോ, അതിലൂടെയാണ് കണ്ണിലേക്ക് പ്രകാശം കയറുക. ഈ ഭാഗത്ത് മുൻഭാഗത്ത് കോർണിയുണ്ട്, കോർണിയ കൂടെയാണ് പ്രകാശം കണ്ണിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് അടുത്ത പാളിയാണ് രക്തപടലം. 3 പാളികളാണുള്ളത്: ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലമാണ്. അപ്പോ രക്തപടലം എന്താന്ന് നോക്കാം. കൊറോയിഡ് എന്നാണ് അതിന് പേര്. അപ്പൊ കൊറോയിഡ് എന്ന് പറഞ്ഞാൽ അതില് നമുക്ക് രക്തക്കുഴലുകൾ ധാരാളമായിട്ട് കാണുന്നുണ്ടായിരിക്കും. ഇനി അതിന്റെ ഭാഗമായിട്ട് സീലിയറി പേശികൾ എന്നൊരു ഭാഗമാണ്. സോ ദിസ് ഈസ് സീലിയറി പേശി. ഈ സീലിയറി പേശിയുടെ പ്രത്യേകത ലെൻസിന്റെ ആ കർവേച്ചറിലെ വക്രത വ്യത്യാസപ്പെടുത്താൻ വേണ്ടി, ലെൻസിന് അതിന്റെ കർവേച്ചർ കൂടും കുറയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് സീലിയറി പേശികള് കാണുന്നത്. അതുപോലെ ഐറിസ് എന്ന് പറയുന്ന ഭാഗം താഴേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഈ ഐറിസിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, പ്യൂപ്പിൾ എന്ന് പറയും. അപ്പോൾ കണ്ണിലേക്ക് പ്രകാശം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ഈ പ്യൂപ്പിള് വലുതാവും ചെറുതാവും ചെയ്യുമ്പോൾ പ്യൂപ്പിളിന്റെ വലിപ്പ ക്രമീകരണം ചെയ്യുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഐറിസ് ആണ്. ഇതൊക്കെ ചോദ്യങ്ങളാണ്. ദെൻ ഈ ഇവിടെ ഐറിസില് മെലാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണവസ്തു ഉണ്ട്. അതാണ് നമ്മുടെ കണ്ണിന് ഈ നിറം നൽകുന്ന, ഉൾഭാഗത്ത് നിറമല്ലേ, അത് നൽകുന്ന മെലാനിന. അപ്പൊ അതിന്റെ ഏറ്റക്കുറിച്ചിലുള്ള ഓരോരുത്തരെ കണ്ണ് ഓരോ രീതി കാണാറില്ലേ. പിന്നെ UV ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഭാഗം സഹായിക്കുന്നുണ്ടെന്ന് ഓർത്ത് വെക്കണം. പിന്നെ ലെൻസ് കണ്ടോ, മുൻഭാഗത്തെ ലെൻസ്, കോൺവെക്സ് ലെൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ ലെൻസിന്റെ സഹായത്താലാണ് പ്രതിബിംബം കണ്ണിനകത്ത് രൂപപ്പെടുന്നത്. അത് അറിയുന്ന കാര്യമാണല്ലോ. കോൺവെക്സ് ആണോ കോൺകേവ് ആണോ? കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിനകത്ത് ഉള്ളത്. ഒരു സിമ്പിൾ കാര്യമാണത്. ഈ പ്രതിബിംബം, ആ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത നമ്മളോട് എക്സാമിന് ചോദിക്കാം. അപ്പൊ അത് പ്രതിബിംബം വളരെ ചെറുതായിരിക്കും. നമ്മൾ കാണുന്ന അതേ വലിപ്പത്തിലുള്ള ഇമേജ് ഒന്നും ആവില്ല, ചെറുതാണ്, യഥാർത്ഥമാണ്. തലകീഴായ പ്രതിബിംബമാണ് കണ്ണിനകത്ത് രൂപപ്പെടുന്നത്. കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ മൂന്നാമത്തെ ദൃഷ്ടിപടലമാണ്. ദൃഷ്ടിപടലത്തിന്റെ പ്രത്യേകത, റെറ്റിന എന്നൊരു പേരുണ്ട്, ആന്തരപാളിയാണ്, ഉള്ളിലാണ്. അവിടെയാണ് പ്രകാശഗ്രാഹികൾ കാണുന്നത്. പ്രകാശത്തെ തിരിച്ചറിയുന്ന പ്രകാശഗ്രാഹികൾ അവിടെയാണ് കാണുക. ആ പ്രകാശഗ്രാഹികളാകട്ടെ 2 രീതിയിലുള്ളത്. ഒന്ന് റോഡ് കോശങ്ങൾ, അടുത്തത് കോൺ കോശങ്ങൾ. പേര് കേൾക്കുമ്പോൾ തന്നെ അത് ഏത് ഷേപ്പാന്നറിയാം. റോഡ് കോശങ്ങൾ എന്ന് പറഞ്ഞാല് അത് റോഡ് ആകൃതി, നീണ്ട ആകൃതിയിലാണ് കാണുന്നത്. അത് ഇരുണ്ട വെളിച്ചത്തിലും കറുപ്പിലും വെളുപ്പിലൊക്കെ കാഴ്ച തിരിച്ചറിയാൻ, വസ്തുക്കളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. മങ്ങിയ പ്രകാശത്തില് കാഴ്ച സാധ്യമാക്കുന്നത് റോഡ് കോശങ്ങളും. എന്നാൽ
തീവ്രപ്രകാശത്തിലെ കാഴ്ച, വർണ്ണ കാഴ്ച ഇതൊക്കെ സാധ്യമാക്കുന്ന കോൺകോശങ്ങൾ. അപ്പൊ ഇത് മാച്ച് ദ ഫോളോ ഇങ്ങനെ ഓർത്ത് വെക്കേണ്ടതാണ്. അവരൊക്കെ കാണുന്ന ഇന്നർ ലെയറിനെ വിളിക്കുന്ന പേരാണ് ആന്തരപാളി അഥവാ റെറ്റിന. സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ സാധിക്കും. ഇനിയുണ്ടോ അതിന്റെ ചിത്രം പറയാം. ഈ റെറ്റിനയിൽ മൂന്ന് തരത്തിലുള്ള കോശപാളികളുണ്ട്. ഗാംഗ്ലിയോൺ കോശപാളികള്, അതുപോലെ ബൈപോളാർ കോശപാളികള്, ദെൻ അതുപോലെ പ്രകാശഗ്രാഹികളുള്ള കോശപാളി. അപ്പൊ ഇതാണ് പ്രകാശഗ്രാഹികൾ കാണുന്നത്. അതിന്റെ പുറത്ത് രണ്ട് വേറെ കോശപാളികൾ കൂടെ കാണാൻ പറ്റും, ബൈപോളാറും അതുപോലെ ഗാംഗ്ലിയോൺ. ഇവിടെയാണ് ഏറ്റവും താഴെ കണ്ട അവിടെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഉള്ളത്. ഇവിടെയാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും കാണാൻ സാധിക്കുക. അപ്പൊ ഈ ചിത്രം നന്നായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് അന്ധബിന്ദുവും അതുപോലെ പീതബിന്ദുവും, ബ്ലൈൻഡ് സ്പോട്ട് അതുപോലെ മാക്യുല എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങൾ കാണാൻ സാധിക്കും. അതെന്താന്ന് പറഞ്ഞുതരാം. സോ അന്ധബിന്ദു, പീതബിന്ദു എന്ന് നോക്കാം. ഉണ്ടോ, ഇതാണ് അന്ധബിന്ദു. ഈ ഭാഗം, ഈ നേത്രനാടി തുടങ്ങുന്ന ഭാഗത്ത് ആരംഭിക്കുന്ന അവിടെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം കാഴ്ച തിരിച്ചറിയപ്പെടാത്ത ഒരു സ്ഥലമാണ് ഈ അന്ധബിന്ദു എന്ന് പറയുന്ന ഭാഗം. അതുപോലെ പീതബിന്ദു എന്ന് പറഞ്ഞ യെല്ലോ സ്പോട്ട്, മാക്യുല എന്നൊക്കെ പറയാൻ പറ്റും. പീതബിന്ദു ധാരാളമായിട്ടുണ്ട് പ്രകാശഗ്രാഹി കോശങ്ങളിലെ ഈ ഒരു ഭാഗങ്ങൾ. കൂടുതലായിട്ട് കോൺകോശങ്ങൾ കാണുന്ന ഒരു ഇടമാണ് പീതബിന്ദു. അപ്പൊ രണ്ടു തരം ഭാഗങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് ഓർത്തു വെക്കാം. ഇനി കണ്ണിലെ അറകളാണ്. കണ്ണിൽ നമുക്ക് പ്രധാനമായും രണ്ട് അറകളാണുള്ളത്. അപ്പൊ ഒന്നാമത്തെ അറ ഏതാ നോക്കാം, അത് അക്വസ് അറയാണ്. അപ്പൊ എക്സാമിന് അക്വസ് അറയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിന്റെ ലെൻസിനും അതുപോലെ കോർണിയയ്ക്കും ഇടയിൽ. ഈ അക്വസ് അറയില് നമുക്കൊരു ദ്രവമുണ്ട്. ആ ദ്രവത്തിന്റെ പേര് അക്വസ് ദ്രവം എന്നാണ്. ഈ അക്വസ് ദ്രവം ജലസദൃശമാണ് എന്ന് വെച്ചാൽ വെള്ളം പോലെയാ, ജെല്ലൊന്നല്ല, വെള്ളത്തിന്റെ പോലെ. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫ്ലൂയിഡ്സും ഉണ്ടാകുന്ന ബ്ലഡിൽ നിന്നാണല്ലോ, ഇത് തിരിച്ച് ബ്ലഡിലേക്ക് പോകും. അതേപോലെ അത് ഞാൻ ബ്ലഡാ വരച്ചിരിക്കുന്നത്. ആ ബ്ലഡിൽ നിന്ന് ഉണ്ടായിട്ട് ആ ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യും. അങ്ങനെയല്ല, ബ്ലഡിൽ നിന്ന് ഉണ്ടാവും, തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ആ പ്രഷർ റെഗുലേഷൻ നടക്കുക. അപ്പോ കണ്ണിനകത്ത് അക്വസ് ദ്രവം രക്തത്തിലേക്ക് റീഅബ്സോർബ് ചെയ്യാതെ കണ്ണിൽ പ്രഷർ കൂടും. അങ്ങനെ ചില രോഗാവസ്ഥയ്ക്കൊക്കെ നയിക്കാറുണ്ട്. പറഞ്ഞുതരാം അത്. കണ്ടോ, അപ്പൊ രക്തത്തിൽ നിന്ന് ഉണ്ടാവും, തിരിച്ച് രക്തത്തിൽ റീഅബ്സോർബ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ആ പ്രഷറിന്റെ റെഗുലേഷൻ സാധ്യമാകുക, മർദ്ദ ക്രമീകരണം. നമുക്ക് പോഷകങ്ങൾക്കും ഓക്സിജൻ കൊടുക്കാൻ, കണ്ണിലെ കലകൾക്ക് പോഷകവും ഓക്സിജനൊക്കെ വേണ്ടേ, അതിന് ഈ അക്വസ് ദ്രവം നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി അത് കൂടാതെ മറ്റൊരു അറയുണ്ട്, വിട്രിയസ് ദ്രവമാണ് ഈ ഭാഗത്ത്. അത് വിട്രിയസ് അറയ്ക്കകത്താണ്, ഈ വലിയ ഭാഗം അല്ലേ. അപ്പൊ എക്സാമിന് അത് ഏതിന്റെ ഇടയിലാന്ന് ചോദിച്ചാല് അറിയണം, ലെൻസിന്റെ റെറ്റിനന്റെ ഇടയിൽ. അപ്പൊ ഇത് അറിയണം ഏതിന്റെ ഇടയിലാണ് കാണുക എന്നുള്ളത്. അതിനകത്തൊരു വെള്ളമുണ്ട്, വെള്ളമല്ല, അത് ദ്രവമാണ്. അത് ജെല്ലി പോലെ സുതാര്യമത്, കാരണം ഇത് കൂടെ ലൈറ്റ് റേസ് കടന്നു പോകുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് സുതാര്യമായ, പിന്നെ നേത്രഗോളത്തിന്റെ ആകൃതി ഉണ്ട്, ഈ ഷേപ്പ്, കറക്റ്റ് ഈ ഷേപ്പ് നിലനിർത്തുന്നതില് ഈ നമ്മുടെ വിട്രിയസ് ദ്രവത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് വ്യക്തമായി ഓർത്തു വെക്കും. അപ്പൊ രണ്ട് അറകൾ ഏതൊക്കെയാന്നുള്ളത് ഓർമ്മ വന്നല്ലോ. ശരി, ഇനി പ്രകാശരശ്മികൾ എങ്ങനെ കണ്ണിലേക്ക്, അതിന്റെ ആ സഞ്ചാര പാതയെ കുറിച്ചൊന്ന് പറയാം. അപ്പൊ ഏറ്റവും പുറമെ നമുക്ക് ആരാ ഉള്ളത്, കോർണിയ. കോർണിയ കഴിഞ്ഞ് അത് അക്വസ് അറ വഴി, പ്യൂപ്പിള് വഴി ലെൻസ് കഴിഞ്ഞിട്ട് നേരെ പോവാ വിട്രിയസ് അറയാണ്, എന്നിട്ട് റെറ്റിന ഉണ്ടാവും. അതിന്റെ ആ കറക്റ്റ് ഓർഡർ വ്യക്തമായിട്ട് ഓർത്ത് വെക്കേണ്ടതുണ്ട്. എന്നിട്ട് അത് കാഴ്ച എന്നുള്ള അനുഭവത്തിലേക്ക് റെറ്റിനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രകാശ ഇത് ഉണ്ടാവുമല്ലോ, എന്താകുന്ന ആവേഗങ്ങൾ ഉണ്ടാവുമല്ലോ, തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് അത് അങ്ങനെ മുന്നോട്ട് പോകും. ഉണ്ടോ, ആ അറകൾ ഇങ്ങനെ വ്യക്തമായിട്ട് ഓർത്ത് വെക്കാൻ. ഏറ്റവും പുറമെ നമുക്ക് കോർണിയ കണ്ടോ, കോർണിയ കഴിഞ്ഞാൽ അക്വസ് അറ കാണാം, അത് കഴിഞ്ഞാൽ പ്യൂപ്പിൾ, ഈ ഗ്യാപ്പ്, അത് കഴിഞ്ഞാൽ നമുക്ക് ലെൻസ് കാണാം, ലെൻസ് കഴിഞ്ഞാൽ വിട്രിയസ് അറ, അത് കഴിഞ്ഞാൽ റെറ്റിന. കണ്ടോ, കറക്റ്റ് ഓർഡറിലാണ് ആ ലൈറ്റ് റേസ് പാസ് ചെയ്യുന്നത്. ഇനി പ്യൂപ്പിൾ ചില സമയത്ത് വലിപ്പം നിയന്ത്രിക്കപ്പെടുന്നത് അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. അതായത് സാധാരണയായിട്ട് ആ ഗ്യാപ്പായ പ്യൂപ്പിളിന്റെ വലിപ്പം കണ്ടോ, അത് ഇവിടെയാണ് പ്യൂപ്പിൾ കാണാം, അത് കണ്ടോ, ഇത്രയാണ്. അതിന്റെ സാധാരണ വലിപ്പം എന്ന് പറഞ്ഞാല് ഒരു 2 to 3 മില്ലിമീറ്റർ ആണ്. കോർണിയയുടെ പുറകിൽ സുഷിരത്തെ വിളിക്കുന്ന പേരാണ് പ്യൂപ്പിൾ. അതിന്റെ അളവ് ഓർത്ത് വയ്ക്കുക, 2 to 3 മില്ലിമീറ്റർ. പക്ഷേ വലിപ്പം കൂടുമ്പോൾ, അത് കൂടിക്കഴിഞ്ഞാൽ 16 മടങ്ങിലധികം പ്രകാശത്തെ പ്രവേശിപ്പിക്കാൻ സാധിക്കും. അതായത് പ്രകാശം അധികമായി വരേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ. അപ്പൊ അതിന് സഹായിക്കുന്നത് രണ്ട് തരം പേശികളാണ്, വലയ പേശികളും റേഡിയൽ പേശികളും. അതായത് പ്രകാശം ഒരുപാട് പ്രവേശിപ്പിക്കേണ്ട സമയമുണ്ട്, അതുപോലെ കുറച്ച് സമയമുണ്ട്. അതെന്താന്ന് പറയാം. വലയ പേശികൾ, റേഡിയൽ പേശികൾ എങ്ങനെ പ്രവർത്തിക്കാന്ന് പറയാം. ഇതാണ് സാധാരണ ലൈറ്റ് വരുന്ന സമയത്ത്
എന്നാൽ ഇനി വലയപേശികൾ സങ്കോചിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇതാണ് വലയപേശി. അത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ കണ്ടോ അതിന്റെ വലിപ്പം ശ്രദ്ധിച്ചാൽ മതി. ഈ ഭാഗം വലിപ്പം നല്ലോണം അങ്ങ് കുറഞ്ഞു കണ്ടോ, നല്ലോണം കുറഞ്ഞു. അത് തീവ്ര പ്രകാശത്തിൽ ലൈറ്റ് ഒരുപാട് കയറരുത്, അല്ലെങ്കിൽ റെറ്റിനയ്ക്ക് കേടുപാട് വരും. കണ്ടോ ഇത് കൂടെ ലൈറ്റ് ഒരുപാട് ഇപ്പൊ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഒരുപാട് ലൈറ്റ് വരുമ്പോൾ ഉള്ളിലേക്ക് ലൈറ്റ് കയറിയാൽ റെറ്റിന കേടുവരും. അപ്പൊ അതില്ലാതിരിക്കാൻ കുറയ്ക്കണം. അപ്പൊ അതുകൊണ്ട് ഈ വലയപേശികൾ സങ്കോചിച്ചു. എന്നാൽ തീരെ ലൈറ്റ് ഇല്ല, ലൈറ്റ് തീരെ ഉള്ളിലേക്ക് കയറുന്നില്ല, അത്തരം സാഹചര്യങ്ങളിൽ കണ്ടോ റേഡിയൽ പേശി സങ്കോചിക്കും. ഇതാണ് ഈ ബ്രൗൺ കളർ റേഡിയൽ പേശി. അത് ഇങ്ങോട്ട് സങ്കോചിക്കുന്ന സമയത്ത് കണ്ടോ വലിപ്പം കൂടി മങ്ങിയ പ്രകാശമാണ്. അപ്പൊ ഒരുപാട് ലൈറ്റ് ഉള്ളിലേക്ക് കയറുകയും വ്യക്തമായി കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ഭാഗമാണ്, വ്യക്തമായിട്ട് ഓർത്തു വെക്കുക കേട്ടോ എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത്. ദെൻ ലെൻസിന്റെ 3 ഭാഗങ്ങളെ കുറിച്ച്. ലെൻസിന് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തത് അതിന്റെ ഏറ്റവും പുറമെയുള്ള ലെയർ തന്നെ, അതിന്റെ ക്യാപ്സ്യൂൾ എന്ന പേര്. എലാസ്റ്റിക സ്വഭാവമുള്ളതാണ്. കാരണം അതിന്റെ ആ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. എലാസ്റ്റിക സ്വഭാവമുള്ള ക്യാപ്സ്യൂൾ എന്നൊരു ഉറയുണ്ടാവും. അതുപോലെ ലെൻസിന്റെ നാരുകൾ ഉണ്ടായിരിക്കും. പിന്നെ ലെൻസ് നാരുകൾക്കും അതിന്റെ ഈ അറകൾക്കും ഇടയിൽ, ക്യാപ്സ്യൂളിന്റെ ഇടയിൽ മുൻഭാഗത്ത് മാത്രം എപ്പിത്തീലിയം എന്ന് പറഞ്ഞൊരു സെല്ലുണ്ട്. എപ്പിത്തീലിയം എന്ന് പറഞ്ഞൊരു ലെയർ ഉണ്ട്. ആ എപ്പിത്തീലിയമാണ് ഈ ലെൻസ് നാരുകളെ ആജീവനാന്തം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ലെൻസ് എല്ലാ കാലത്തും നമുക്ക് ആവശ്യമുള്ളതല്ലേ, മരണം വരെ ലെൻസ് ആവശ്യമുണ്ട്. അപ്പൊ ലെൻസ് നാരുകൾ എല്ലാ സമയത്തും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പിത്തീലിയം എന്ന് പറഞ്ഞ ഭാഗമാണ്. അത് വ്യക്തമായിട്ട് ഓർത്തു വെക്കുക. ഇനി ലെൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേകതരം പ്രോട്ടീനാണ്. ആ പ്രോട്ടീന്റെ പേര് എക്സാമിന് ചോദിച്ചാൽ അറിയണം. ക്രിസ്റ്റലിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പ്രോട്ടീൻ കൊണ്ടാണ് ലെൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ലെൻസിന്റെ പോഷണം കിട്ടുക അക്വസ് ദ്രവത്തിൽ നിന്നാണ്. ദെൻ അത് ലെൻസിന്റെ നമുക്ക് പ്രായം ചെല്ലുന്തോറും ലെൻസിന്റെ പ്രായം നമുക്ക് പ്രായം കൊടുത്തോറും ലെൻസിന്റെ വഴക്കം സുതാര്യത ഒക്കെ നഷ്ടപ്പെടും. ശ്രദ്ധിച്ചിട്ടില്ലേ? പ്രായമായവർക്ക് കാഴ്ച കുറഞ്ഞു വരുന്നത്, പല പല രോഗാവസ്ഥകൾ, ലെൻസിന്റെ എഫിഷ്യൻസി കുറയുമ്പോൾ കാഴ്ചയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ ലെൻസിനെ ബാധിക്കുന്ന വേറെ അനവധി തകരാറുകളുണ്ട്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. കണ്ടോ ഇതൊക്കെയാണ്. ഇപ്പൊ ലെൻസിന്റെ ചിത്രം കണ്ടില്ലേ? കോർണിയ പകുതി മുറിച്ച് വെച്ചിരിക്കുക. കോർണിയ കണ്ടോ, സീലിയറി പേശികൾ കാണാം. സീലിയറി പേശികൾ ലിഗാമെന്റ് വെച്ചിട്ട് ലെൻസിനെ കണക്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ ലെൻസിനെ സീലിയറി പേശിയിൽ ഉറപ്പിച്ച് നിർത്തുന്ന ലിഗാമെന്റ് ആണ് ഇത്. ലിഗാമെന്റ് വെച്ചിട്ട് ലെൻസിന്റെ ഈ ഭാഗം പിടിച്ചു വെച്ചിരിക്കുന്നത്. ചിത്രം നന്നായി നോക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ലെൻസിന്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഇനി പുതിയൊരു വാക്കുണ്ട്, പവർ ഓഫ് അക്കോമഡേഷൻ. പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാല് അടുത്തും അകലെയുള്ള വസ്തുക്കളെ, ഇപ്പൊ നമ്മൾ ഒരു വസ്തുവിനെ ദൂരെ കാണുന്നുണ്ട്, അടുത്ത് കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ അകലം ക്രമീകരിക്കാൻ നമുക്ക് എപ്പോഴും കാണാൻ ഒരേ സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കാൻ പറ്റില്ലല്ലോ. ദൂരെയുള്ള വസ്തുവിനെയും കാണണം, അടുത്തുള്ള വസ്തുവിനെയും കാണണം. അപ്പൊ അതിനെ നമുക്ക് ക്രമീകരിക്കേണ്ട ആവശ്യമുണ്ട്. അടുത്തും അകലെയുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയിലെ കൃത്യമായിട്ട് പതിപ്പിച്ച് ലെൻസിന്റെ ആ ഒരു കാഴ്ച സാധ്യമാക്കുന്നത് ലെൻസിന്റെ വക്രത എന്ന് വെച്ചാൽ കർവേച്ചർ സീലിയറി പേശികളുടെ സഹായത്തിൽ മാറ്റിക്കൊണ്ടാണ്. കണ്ടോ ഇതാണ് ലെൻസ്. അപ്പൊ ഈ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോഴാണ് ഈ കർവേച്ചർ, അകലെയുള്ള വസ്തുവിനെ നോക്കുന്ന സമയത്ത് ഈ കർവേച്ചർ. അതിന്റെ വക്രത കണ്ടോ, ഇവിടെ വക്രത കൂടി, ഇവിടെ വക്രത കുറഞ്ഞു. വക്രത എന്ന ഈ അതിന്റെ വളവ് കണ്ടോ, ഇവിടെ കുറഞ്ഞിരിക്കുകയല്ലേ. സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലായിട്ട് ലിഗമെന്റുകൾ വലിഞ്ഞിരിക്കും. ലിഗമെന്റ് വലിഞ്ഞിരിക്കുമ്പോണ്ടോ ലെൻസിന്റെ വക്രത കുറഞ്ഞത് കണ്ടോ. ഇങ്ങനെയാണ് അകലെയുള്ള വസ്തുവിനെയും അടുത്തുള്ള വസ്തുവിനെയും നോക്കുന്ന സമയത്ത് ലെൻസിന് ഉണ്ടാകുന്ന മാറ്റം. അപ്പൊ ഈ ചിത്രം നന്നായിട്ട് ഓർത്തു വയ്ക്കുക. നൗ റെറ്റിനയില് റോഡ് കോശങ്ങളുണ്ട്, കോൺ കോശങ്ങളുണ്ട്. അപ്പൊ ഇവരുടെ ഒരു സവിശേഷത എന്താന്ന് പറയാം. നമുക്ക് റോഡ് കോശങ്ങളുടെ പ്രത്യേകത, റോഡ് കോശത്തിന്റെ ആകൃതി സിലിണ്ടർ ആകൃതിയിലാണ് കാണാം. അതൊരു 9 കോടിയിലധികം ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. മാത്രമല്ല അതിനകത്ത് റോഡോപ്സിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു ഉണ്ട്. അത് മങ്ങിയ പ്രകാശത്തിലെ കാഴ്ച സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കോൺകോശ ആണെങ്കിൽ അത് അപ്രോക്സിമേറ്റ്ലി 45 lakhs വളരെ കുറവായിട്ടാണ് കാണുക. കോൺ ആകൃതി, ചിത്രം കണ്ടില്ലേ, കോൺ ആകൃതിയിലാണ്. അതിന്റെ പ്രത്യേകത ഫോട്ടോപ്സിൻ എന്ന് പറഞ്ഞ വർണ്ണവസ്തു ഉണ്ട്. തീവ്ര പ്രകാശത്തിലെ കാഴ്ചയാണത് സാധ്യമാക്കുന്നത്. ദെൻ ഇത് രണ്ടും പ്രത്യേകിച്ചും ഓപ്സിനും പ്രോട്ടീനും കൊണ്ടാണ്, ഓപ്സിൻ എന്നുള്ള പ്രോട്ടീൻ കൊണ്ടും റെറ്റിനാൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. റെറ്റിനാൽ ഉണ്ടാകുന്നത് വൈറ്റമിൻ എ എന്നാണ്. അപ്പൊ ഈ ഫോട്ടോപ്സിനും റോഡോപ്സിനും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വ്യക്തമായി ഓർത്ത് വയ്ക്കുക. ഓപ്സിൻ എന്നുള്ള ഒരു പ്രോട്ടീനും അതുപോലെ റെറ്റിനാൽ വൈറ്റമിൻ എ എന്ന് ഉണ്ടാവുന്നതാണ്. അപ്പൊ വൈറ്റമിൻ എക്ക് പ്രാധാന്യം ഉണ്ട് കേട്ടോ. ദെൻ ഇതില് റെറ്റിനാലിന്റെ ഘടന വ്യത്യസ്തമായിരിക്കും. അങ്ങനെ അപ്പൊ രണ്ടിലെയും റെറ്റിനാലിന്റെ ഘടന ഒന്നാണോ? അല്ല, ഡിഫറെന്റ് ആയിട്ടാണ് കാണുക. ദെൻ പ്രകാശഗ്രാഹികൾ പ്രകാശം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മസ്തിഷ്കത്തിലേക്ക് പോവാന്നാണ് ഞാൻ
പറയാൻ പോകുന്നത്. അതിന് പ്രധാനമായിട്ടും സഹായിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. അതിന്റെ പേരാണ് ഗ്ലൂട്ടാമേറ്റ്. ഈ ഗ്ലൂട്ടാമേറ്റിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് നമുക്ക് പ്രകാശത്തിലും അതുപോലെ ഇരുട്ടിലും നമുക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാക്കി തരാൻ സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നതാണ്. ഗ്ലൂട്ടാമേറ്റ് ആണ് അതിന് സഹായിക്കുക. അപ്പൊ ഞാനത് എങ്ങനെ പറഞ്ഞത്, ഇരുട്ടില് ഗ്ലൂട്ടാമേറ്റിന്റെ സഹായം എങ്ങനെയാണ്, പ്രകാശത്തിലെ ഗ്ലൂട്ടാമേറ്റ്. അപ്പൊ ആദ്യം ഇരുട്ടില് പറയാം. ഇരുട്ടില് കണ്ടോ, ഓൺ ബൈപോളാർ കോശങ്ങൾ എന്ന് പറഞ്ഞ വിഭാഗം, ബൈപോളാർ കോശം ഞാൻ പറഞ്ഞു തന്നില്ലേ, അവര് പ്രകാശത്തെ തിരിച്ചറിഞ്ഞിട്ട് പ്രവർത്തനരഹിതമാവും, എന്നുവെച്ചാൽ അവര് പ്രവർത്തിക്കാതിരിക്കും. ആ സമയത്ത് ഓഫ് ബൈപോളാർ കോശങ്ങളില്ലേ, അവർ ഇരുട്ടിനെ തിരിച്ചറിഞ്ഞിട്ട് ഉത്തേജിപ്പിക്കും, അവരാണ് ആക്റ്റീവ് ആവുക. അപ്പോ ഓഫ് ബൈപോളാർ കോശങ്ങളാണ് ഇവിടെ ഉത്തേജിപ്പിക്കുന്നത്, അവർ ആവേഗം ഉണ്ടാക്കി നേത്രനാടിക്ക് പോകും. എന്നാൽ ഗ്ലൂട്ടാമേറ്റ് ഇല്ലാത്ത സാഹചര്യം നോക്ക്, പ്രകാശത്തില്, ഇരുട്ടിൽ ഗ്ലൂട്ടാമേറ്റ് കൂടുതലാണ്, പ്രകാശത്തിലാണ് ഗ്ലൂട്ടാമേറ്റ് കുറവാണ്. ആ സമയത്ത് നമ്മുടെ ഓൺ ബൈപോളാർ കോശങ്ങൾ ഉത്തേജിപ്പിക്കും, ഓഫ് ബൈപോളാർ കോശങ്ങൾ പ്രവർത്തനരഹിതമാകും. ഓണും ഓഫും ബൈപോളാർ സെൽസ് ആണ് ഇതിനെ സഹായിക്കുക എന്ന് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെ അവർ ആവേഗം ഉണ്ടാക്കിയിട്ട് നേത്രനാടി വഴി അങ്ങനെ മുന്നോട്ട് പോകും. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് കാഴ്ച പ്രകാശത്തിലും ഇരുട്ടിലും സാധ്യമാകുക. ഇനി വർണ്ണക്കാഴ്ച എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്. വർണ്ണക്കാഴ്ച എന്ന് പറഞ്ഞാൽ പ്രാഥമിക വർണ്ണങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് 3 തരം കോൺകോശങ്ങളുണ്ട്. അത് ഏതൊക്കെയെന്ന്, അതായത് നമുക്ക് കളർ വിഷൻ സാധ്യമാവുന്നുണ്ട്. അത് ഏതൊക്കെയെന്ന് പറഞ്ഞുതരാം. കോണുകളാണ്, എസ് കോണുകൾ, അത് നീല വെളിച്ചം മനസ്സിലാക്കാൻ ഹ്രസ്വ തരംഗ ദൈർഘ്യത്തിലാണ് പ്രവർത്തിക്കുക. അതുപോലെ എം കോണുകളുണ്ട്, പച്ചയാണ്, ഇടത്തരം തരംഗ ദൈർഘ്യത്തിലാണ് അവരുണ്ടാക്കുക. അതുപോലെ എൽ കോണുകളുണ്ട്, അത് ചുവപ്പിനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെ 3 കോൺകോശങ്ങളാണുള്ളത്, എസ്, എം, എൽ. ഈ കോണുകളാണ് നമുക്ക് പച്ച, ചുവപ്പ്, നീല ഇതിനൊക്കെ മനസ്സിലാക്കി തരുന്നത്. അപ്പൊ ഒരു ചുവന്ന വെളിച്ചം, അപ്പൊ എക്സാമിന് ചോദിക്കാം ഏതാണ് ഇതില് നന്നായി സംവേദനം കാണിക്കുന്നത്, അത് നമുക്ക് ചുവന്ന വെളിച്ചമാണ്. അപ്പൊ അത് നന്നായിട്ട് ഓർത്തു വെക്കുക. പക്ഷെ ഇതിന്റെ ഒരു തകരാറുകൾ, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാറുണ്ട്. തീവ്രത, തരംഗ ദൈർഘ്യം, 3 ഇനം കോശങ്ങളുടെയും അതായത് ലൈറ്റ് കിട്ടുന്ന സമയത്ത് ഓരോ തീവ്രതയിലും ഓരോ തരത്തിലായിരിക്കും ഇവരെ ഉദ്ദീപിക്കപ്പെടുന്നത്, പല അനുപാതത്തിലാണ് ഇവർ. അത് ജസ്റ്റ് ഒന്ന് അത് ഓർത്തു വെച്ചാൽ മതി. ഇവിടെ നോക്ക്, ചുവപ്പും പച്ചയും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞ വർണ്ണം സാധ്യമാക്കുന്നു, മഞ്ഞ പ്രകാശത്തെ അനുഭവവേദ്യമാക്കുന്നു. അതുപോലെ ഇതെല്ലാം ചേരുമ്പോഴാണ് നമുക്ക് ധവളപ്രകാശത്തെ, വെള്ളപ്രകാശത്തെ അനുഭവവേദ്യമാക്കുന്നത്. അപ്പൊ ഇത് 3. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇതിന് തകരാറ് വന്നു കഴിഞ്ഞാൽ അത് വലിയ വിഷയം ഉണ്ടാക്കും. ഞാനിപ്പോ ഇതില് ചുവപ്പും പച്ചയും ഇല്ലേ, ഈ 2 വർണ്ണകത്തിന്റെ ഉൽപാദനത്തെ സഹായിക്കുന്ന ജീന് നമ്മുടെ എക്സ് ക്രോമസോമിലാണുള്ളത്. കുറച്ച് ഉള്ളിക്ക് കയറി കഴിഞ്ഞാൽ, അതായത് ചുവപ്പിനെയും പച്ചേനെയും ഉൽപ്പാദിപ്പിക്കുന്ന, ഈ വർണ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ജീൻ എക്സിലാണ്, നമ്മുടെ എക്സ് ക്രോമസോമിലാണ്. ഇനി നീല ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിൽ നമ്മുടെ 7th ക്രോമസോമിലാണ്. നമുക്ക് 46 ക്രോമസോം, 23 പേഴ്സ് ഓഫ് ക്രോമസോംസ് അല്ലേ ഉള്ളത്. അപ്പം ഇതിന് തകരാറ് വന്നു കഴിഞ്ഞാൽ, നോക്ക് ചുവപ്പ്, പച്ച, നീല, ഇതില് ഈ ജീനുകൾക്ക് തകരാറ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വർണ്ണാന്ധത എന്നൊരു രോഗം ഉണ്ടാവും. അതായത് കളർ ബ്ലൈൻഡ്നെസ് രോഗം, നിറങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് വർണ്ണാന്ധത എന്ന് പറയുന്നത്. ഉണ്ടോ, വർണ്ണാന്ധത പുരുഷന്മാർ കൂടുതലാണ്. കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. പുരുഷന്മാർ കൂടുതലാണ്, അതിന് കാരണമുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് പുരുഷന്മാരിലെ ക്രോമസോമുകൾ എക്സും വൈയും, സ്ത്രീകളിലാണെങ്കിൽ എക്സും ആണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ നോക്കിയാൽ മതി, എക്സ് ലിങ്ക്ഡ് റെസസീവ് ട്രേറ്റ് ആണിത്, എന്ന് വെച്ചാൽ എക്സ് ക്രോമസോമിലല്ലേ ഉള്ളത്. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എക്സും വൈയും, പുരുഷന്മാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒരേ എക്സേ ഉള്ളൂ. അപ്പൊ ഉള്ള ഒന്നിലെ തകരാറ് ആയി കഴിഞ്ഞാൽ അതിനെ മാസ്ക് ചെയ്യാൻ വേറൊരു എക്സ് ഇല്ല. പക്ഷെ സ്ത്രീകളിലാണെങ്കിൽ കണ്ടോ 2 എക്സ് ഉണ്ട്, അപ്പൊ ഒന്നിലെ തകരാറായി കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് പുരുഷന്മാർക്കാണ് ഈ രോഗം വരാൻ സാധ്യത കൂടുതൽ, സ്ത്രീകളിലെ സാധ്യത വളരെ കുറവാണ്. അപ്പൊ ആ പാരമ്പര്യ പ്രേഷണ രീതിയാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നുവെച്ചാൽ എങ്ങനെയാണ് അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ആർക്കാണ് സാധ്യത കൂടുതൽ കുറവെന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഇനി ബൈനോക്കുലർ ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഗതി കൂടിയുണ്ട്. എന്താ ബൈനോക്കുലർ ഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കണ്ണും വ്യത്യസ്ത കോണുകളിൽ നിന്ന് പ്രകാശം സ്വീകരിക്കുന്നു. അപ്പൊ നമ്മുടെ കണ്ണ് ഇവിടുന്ന് 2 കണ്ണ് 2 രീതിയിലല്ലേ പ്രവർത്തിക്കുക, പക്ഷെ നമുക്ക് ഒരു കാഴ്ചയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ സഹായിക്കാൻ 2 റെറ്റിനയിൽ 2 പ്രതിബിംബം രൂപപ്പെടുന്നുണ്ട്. ഒരു വസ്തുവിന്റെ 2 പ്രതിബിംബം ഒരേ സമയം വരുന്നില്ലേ, പക്ഷെ നമുക്ക് ഒരു കാഴ്ചയല്ല അനുഭവപ്പെടുന്നത്. അത് നമ്മുടെ വിഷ്വൽ കോർട്ടക്സ്, ബ്രെയിനിന്റെ വിഷ്വൽ കോർട്ടക്സ് ആണ് 3D കാഴ്ചയാക്കി മാറ്റും. ഉദാഹരണമായിട്ട് ഇങ്ങനെ കണ്ണടച്ച് നോക്കുമ്പോഴും ഇങ്ങനെ നോക്കുമ്പോഴും 2 പൊസിഷനിലല്ലേ നിൽക്കുന്നത്, പക്ഷെ നമുക്ക് ഒരു കാഴ്ചയല്ലേ കാണുന്നുള്ളൂ, ഒറ്റ ഈ ഒബ്ജക്റ്റിലേ കാണുന്നുള്ളൂ. അപ്പൊ അതിനെ 2നെയും ഒരുമിച്ച് 3D ഇമേജ്, 3D കാഴ്ച സാധ്യമാക്കുന്ന ആ ഫിനോമിനോനെ വിളിക്കുന്ന പേരാണ്
ബൈനോക്കുലർ ഫിഷൻ എന്ന് പറയുന്നത്. ബൈനോക്കുലർ ഫിഷൻ നമുക്ക് ബൈനോക്കുലർ ഫ്യൂഷൻ എന്നാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു വസ്തുവിന്റെ ദൂരം, ആഴം ഇതെല്ലാം മനസ്സിലാക്കുന്നത്. എത്ര ദൂരത്തിലാണ്, ഡെപ്ത്, അതെല്ലാം കിട്ടാൻ നമുക്ക് ഈ ഒരു ബൈനോക്കുലർ ഫിഷൻ സാധ്യമാവുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് കണ്ണിന്റെ പ്രശ്നങ്ങളാണ്, തകരാറുകൾ. അതില് ഹ്രസ്വദൃഷ്ടിയുണ്ട്. അതെന്താ നോക്കാം. നമ്മുടെ നേത്രഗോളത്തിന്റെ ദൈർഘ്യം, നീളം കൂടുക. നേത്രഗോളം കണ്ടില്ല, അതിന്റെ നീളം കൂടുന്ന സമയത്ത് ഫോക്കസ് ചെയ്യാൻ കറക്റ്റ് പറ്റാത്ത സാഹചര്യം വരും. അപ്പൊ നമുക്ക് കോൺകേവ് ലെൻസ്, കോണ്ടാക്ട് ലെൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ സർജറിയിലൂടെ ഒക്കെ നമുക്ക് അതിനെ പരിഹരിക്കാൻ സാധിക്കും. കാരണം ഇത് ഇങ്ങനെയല്ലേ, നീളം കൂടിക്കഴിഞ്ഞാൽ ഫോക്കസ് കറക്റ്റ് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് കാഴ്ച സാധ്യമാവില്ല. ഇനി ദീർഘദൃഷ്ടി ഉണ്ട്. അപ്പൊ നേത്രഗോളത്തിന്റെ ദൈർഘ്യം അങ്ങ് കുറയും. അപ്പോഴും ഇതന്നെ പ്രശ്നം. അതിന് നമുക്ക് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സർജറിയിലൂടെ മാറ്റാൻ പറ്റും. അപ്പൊ ഞാൻ പരിഹാരമാണ് അപ്പുറത്ത് എഴുതിയിട്ടുള്ളത്. അടുത്തത് അസ്റ്റിഗ്മാറ്റിസ് ഉണ്ട്. റെറ്റിനയില് ഇമേജിന് വ്യക്തമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ആ ലൈറ്റിന് ഫോക്കസ് കറക്റ്റ് കിട്ടില്ല. അപ്പൊ സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് എത്ര പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിനെ പരിഹരിക്കാൻ സാധിക്കും. തിമിരമുണ്ട്. തിമിരം അറിയാവുന്ന കാര്യമല്ലേ, എന്താ, നേത്ര ലെൻസ് അതാര്യമാകും. എന്ന് വെച്ചാൽ സുതാര്യമായ ലെൻസ് അതാര്യമായി കഴിഞ്ഞാൽ പ്രശ്നമാണ്, ലൈറ്റിനെ കടത്തി വിടില്ല. ശസ്ത്രക്രിയയൊക്കെ ചെയ്തുകൊണ്ട് നമുക്കതിനെ പരിഹരിക്കാൻ സാധിക്കും. ഗ്ലോക്കോമ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അക്വസ് ദ്രവത്തിന്റെ പുനരാഗിരണം. അക്വസ് ദ്രവത്തിന്റെ പുനരാഗിരണം തടസ്സപ്പെട്ടിട്ട് കണ്ണിൽ മർദ്ദം കൂടും. അതൊക്കെ പ്രശ്നമാണ്, നേത്രനാടി തകരാറിലാകും, ആകെ വിഷയമാണ്. ലേസർ ചികിത്സ ഉണ്ട്, അതുപോലെ മരുന്നുകളിലൂടെയൊക്കെ നമുക്കിതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി ചെങ്കണ്ണ്, ഒരുപാട് കേട്ട ഒന്നാണ്. ഇതില് നമ്മുടെ നേത്ര ആവരണത്തിൽ അണുബാധ ഉണ്ടാകും. അപ്പോൾ അത് വൃത്തി പരിപാലിക്കുക എന്ന് മാത്രമേ അതിന് ഒരു സൊല്യൂഷൻ ആയിട്ട് കാണുന്നുള്ളൂ. അടുത്തത് ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ്. എന്ന് പറഞ്ഞാൽ പ്രമേഹം നിയന്ത്രണ വിധേയമല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് കണ്ണിനുണ്ടാകുന്ന അവസ്ഥ റെറ്റിനോപ്പതി. പത്തി എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥയാണ്. അപ്പൊ റെറ്റിനയ്ക്ക് ഉണ്ടാകുന്ന അവസ്ഥയാണ്, കാഴ്ച കുറഞ്ഞു വരുന്നത്. അപ്പം ഷുഗർ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും നല്ലൊരു മാർഗം. ഇനി നിശാന്തത, കളർ ബ്ലൈൻഡ്നെസ് എന്താന്ന് പറഞ്ഞു, ഇത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആ. അതില് വൈറ്റമിൻ എ അത്യാവശ്യമാണ് റെറ്റിനയിലൊക്കെ ഉണ്ടാവാൻ. അപ്പൊ വൈറ്റമിൻ എയുടെ അഭാവം മൂലം സംഭവിക്കുന്ന ഒന്നാണ് സെറോഫ്താൽമിയ. അതും അതെ, വൈറ്റമിൻ എയുടെ ദീർഘകാലത്തെ അഭാവം, ഒരുപാട് കാലം വൈറ്റമിൻ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ കോർണിയ ആധാര്യമാകും. ഇതിന് രണ്ടിന്റെയും പരിഹാരം എന്ന് പറഞ്ഞാൽ ഇലക്കറികൾ കഴിച്ചാൽ ധാരാളമായിട്ട് നമുക്ക് വൈറ്റമിൻ എ കിട്ടും. അതുവഴി ഇതിനൊക്കെ ഒരു പരിധി വരെ അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ള. അപ്പൊ ഇതാണ് കണ്ണ്. കണ്ണിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, കണ്ണിന്റെ ബൈനോക്കുലർ വിഷൻ എന്താണ്, അതുപോലെ പവർ ഓഫ് അക്കോമഡേഷൻ എന്താണ്, കണ്ണുണ്ടാകുന്ന തകരാറുകൾ, അറകൾ, ഇതെല്ലാം വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു.